വേണ്ട 3 ഈ നീട്ട് വെച്ചിട്ട് ഇതൊക്കെ ഞാൻ എന്റെ എന്താ പറ്റുമോ? എന്റെ ഇവിടെ 2 കല്ല് വെച്ച് ഞാൻ ഇവിടെ ഒരു കല്ല് വെച്ചിരിക്കുന്നു. കൊത്ത് കൂട്ടി കൊത്ത് കൊത്തറാ. പിന്നെ എനിക്ക് കളിക്കണ്ടേ? ഇതാര് സുമേഷാമ? ഇതാര്? ആരാ? എന്താ വേണ്ടേ? മക്കളാരാ? എന്താ വന്നേ? മക്കള് എന്തിനാ വന്നേ? കണ്ണളക്കാനോ? കണ്ണളക്കാനല്ല, കാണാൻ. ആംഗ്യ ഭാഷ. കാണാൻ. എന്തിനാ വന്നേ? അതല്ലേ പറഞ്ഞ കാണാനെന്ന്. ആരെ കാണാൻ വന്നതാ? ആംഗ്യ ഭാഷ ചോയില്. ആരെ കാണാൻ വന്നതാ? ഓ, അച്ഛനെ കാണാൻ വന്നതായിരിക്കും. ആണോ? എനിക്ക് മനസ്സിലായതേ ഇല്ലായിരുന്നു. എനിക്ക് മനസ്സിലായി. ചേട്ടത്തെ ചേട്ടത്തെ എന്താണ് നിങ്ങളുടെ കൂട്ടുകാരിയാണോ? ഏതാണ് കൊച്ചേതാ? അതാ ഞങ്ങക്ക് പറഞ്ഞുകൂടാത്തത്. ഇങ്ങോട്ട് മാറി, ഞാൻ ചോദിക്കാം. മക്കളെ എവിടുന്നാ? എന്റെ പേരെന്താ? ഇത് തന്നെ അമ്മ, ഞങ്ങളെ ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. പറഞ്ഞു എന്തേലും? ആരെ കാണാനാ ഇങ്ങോട്ട് വന്നേ? ആരെ കാണാനാ വന്നേ? ശിവനെ. അയ്യോ, ഞങ്ങളെ അറിഞ്ഞതേ ഇല്ലായിരുന്നു. നിങ്ങളോടത് പറഞ്ഞു? ഞങ്ങളടുത്ത് പറഞ്ഞായിരുന്നു. കേസ് കൊടുക്കാനാണോ? ഒന്നും അറിയത്തില്ല. ചോദ്യം ഈ ശിവമാമനെ അറിയോ മോള്? ഈ ശിവം പോലീസില്ലേ, മോക്ക് എങ്ങനെ അറിയാം? അളി വീട്ടിൽ പോയിട്ടുണ്ടല്ലേ? അങ്ങനല്ലേ? മോളുടെ വീട്ടിലോ? മോളുടെ വീട്ടിൽ വന്നിട്ടുണ്ടോ? വീട്ടിൽ പോയിട്ടുണ്ട്. ഭൂതത്തിന് വീട്ടിൽ പോയത് കൊച്ചിന്റെ വല്ല കേസ് അന്വേഷിക്കാനായിരിക്കും. എന്തിനാ വന്നേന്ന് പോയി. ശിവൻ എന്തിനാ വീട്ടിൽ വന്നേ? ശിവനെ എന്തിനാ മോളുടെ വീട്ടിൽ വന്നത്? വല്ല കല്യാണത്തിനും പോയതായിരിക്കും അവിടെ. മുടി താലിയൊക്കെ പറയുന്നല്ലോ. ഇത് താലിയല്ലേ? ഇത് മാലയോ? താലി. കല്യാണം വല്ലതും കൂടാൻ പോയതായിരിക്കും ശിവനോട്. പൈങ്കിളി എന്നെ വിളിക്കാതെ പോയ കല്യാണത്തിന്. പൈങ്കിളി പ്രശ്നമാവും. ഈ ചേച്ചി നമ്മളെ മാത്രം ചിരിച്ചോണ്ടിരിക്കുന്നു. ചിരിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചു. ഫുഡ് കഴിച്ചോ? നീ ശിവൻ എന്തിയടി? അവൻ ഇതുവരെ കഴിക്കാനൊന്നില്ലല്ലോ. എന്റെ മുമ്പിൽ വന്ന് പെടാതിരിക്കാൻ നോക്കിക്കോ അങ്ങേര്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എന്റെ പൊന്നു പെണ്ണ, നീ എന്തിനടി തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ശിവനോട് ഏത് നേരം വഴക്കുണ്ടാക്കുന്നത്? ഒരു കുടുംബമാകുമ്പോൾ നമ്മൾ ക്ഷമയോടെ വേണ്ട കാര്യങ്ങളൊക്കെ നേരിടാൻ. നീ എന്നെ കണ്ടുപിടിക്ക്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളിങ്ങനെ പാറ പോലെ ഉറച്ചു നിൽക്കണം. പാറ കുറച്ചു നേരം ഒന്ന് മിണ്ടാതിരിക്കുവോ? മിണ്ടായിരുന്ന എങ്ങനെയാടി കാര്യങ്ങൾ പറയുന്നേ? എന്നാ പറഞ്ഞോണ്ടിരിക്കാം. എന്താടാ ഇതേതാ കൊച്ചു? ഈ കൊച്ചാണ് ശിവമാമനെ തിരക്കി വന്ന. എന്തിന്? അത് മറ്റേ ശിവമാമനാണ് ഈ കൊച്ചിന്റെ അച്ഛനെന്നാണ് തോന്നുന്നത്. അച്ഛനോ? ഇടി പിങ്കി, നീ എന്താടി താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഇപ്പൊ പറയുന്ന കേട്ടില്ലേ? ഇത്രയൊന്നും കേട്ടിട്ട് നീ പാറ പോലെ ഇങ്ങനെ ഇരിക്കുകയാണോ? അമ്മയല്ലേ എന്നോട് പറഞ്ഞത് പാറ പോലെ ഇരിക്കാനെന്ന്. എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ ആരാണേലും ഒന്ന് പതറത്തില്ലേ? ഞാൻ പിന്നെ എന്തോ ചെയ്യണമെന്നാ പറയുന്നത്? അമ്മയുടെ മരുമോനോട് എന്ന് ചോദിക്കും. ഈ കൊച്ചിന്റെ വീട് എവിടെയാ? മോളെ നിന്റെ വീട് എവിടെയാ? ഈ കൊച്ചിനൊന്നും പറയാൻ പറ്റൂല. ഞങ്ങളും കുറെ ചോദിച്ചൊന്നും നടന്നില്ല. എടി, നീ ശിവനോട് പോയിച്ചേക്ക. അവൻ എന്തേ? ശിവ വിളിച്ചു പോകണ്ട. കൊച്ചിന്റെ തള്ളേനെ അന്വേഷിച്ച് പോയെന്നാ തോന്നുന്നു. ഇവിടെ ഇല്ല. നീ എന്ത് വർത്താനടി പറയുന്നേ? അമ്മ പോയി കണ്ടുപിടിച്ചോണ്ട് പോവാ. ഞാൻ ഇവിടെ എല്ലാം നോക്കി. അച്ഛമ്മ, എനിക്ക് സംശയം. എന്താടാ? ബന്ധം വെച്ച് നോക്കുകയാണെങ്കിലേ ഈ കൊച്ചു കാണാൻ ചേച്ചിയായിട്ട് വരും. അപ്പൊ എന്റെ ആയിട്ട് വരും. നിനക്ക് ഇപ്പൊ തന്നെ അറിയണോ ഇതാ? വേണ്ട, ഞാൻ അവനോട് പോയി ചോദിക്കട്ടെ. ശിവ, ശിവ, എന്താ അറിയണോ അല്ലെ നിനക്കിപ്പം?